അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ RSS വിളിച്ച മുദ്രാവാക്യം കാശി മധുര ബാക്കി ഹേ എന്നാണ്. എന്നാൽ അതിലൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല എന്നതാണ് മുൻപ് ഗ്യാൻ വ്യാപിയെക്കുറിച്ചും ഇപ്പോൾ സമ്പൽ ഷാഹിയെക്കുറിച്ചും വിഖ്യാതമായ അജ്മീർ ദർഗയെക്കുറിച്ചും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഈ മുസ്ലിം ആരാധനാലയങ്ങളെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തുണ്ടാക്കിയതാണെന്നും അതിനാൽ ഈ മസ്ജിദുകളെല്ലാം തകർക്കണമെന്നുമാണ് ഹിന്ദുത്വ വർഗീയവാദികളുടെ ആവശ്യം. ഈ കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കി അത് പരിശോധിക്കാൻ സർവേ നടത്തണമെന്ന ആവശ്യവുമായി ഏതെങ്കിലും ഒരു കോടതിയിൽ ഹർജി നൽകുന്നു. കേട്ടപാടെ കേൾക്കാത്തപാടെ കോടതികൾ സർവേക്ക് അനുമതി നൽകുന്നു. RSS താൽപര്യത്തിനനുസരിച്ച് സർവേ റിപ്പോർട്ടും നൽകുന്നു. പിന്നെ അവ ബുൾഡോസർ വെച്ച് പൊളിക്കുന്നു. അതിൽ അത്ഭുതമില്ല. അലഹാബാദ് ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന ജഡ്ജ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് നടത്തിയ വർഗീയ പ്രസംഗം നാമെല്ലാം കണ്ടതാണല്ലോ. കീഴ്ക്കോടതി വിധിക്കെതിരെ മേൽക്കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് പോലും സംഘപരിവാർ പ്ലാനിങ്ങിൽ ഒരു മാറ്റവുമില്ലാതെ നിർബാധം തുടരുന്നു. രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന പ്രഖ്യാപനമാണ് സംഘപരിവാർ നടത്തുന്നത്. ഇതിന് സ്റ്റേറ്റ് മിഷനറികളെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു. കഴിഞ്ഞ മാസം സമ്പൽ ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളെല്ലാം തന്നെ RSSന്റെ ഗുണ്ടാപടിയായി ഒരു സർക്കാരും അതിന്റെ പോലീസും നടത്തിയെടുത്തതായിരുന്നു. സർവേയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ആക്രമണത്തിൽ 4 മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അവിടെ ബുൾഡോസർ രാജ് നടപ്പിലാക്കി. ഇതെല്ലാം UP സർക്കാരിന്റെ മുൻകൈയിലാണ് നടക്കുന്നത്. പള്ളിക്കടുത്തുള്ള വ്യാപാര കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർത്തിരിക്കുന്നത് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ്. അനധികൃത കയ്യേറ്റം തിരിച്ചുപിടിക്കുക എന്ന വ്യാജേന സംസ്ഥാനത്താകെ അക്രമം അഴിച്ചുവിടാനാണ് യോഗി സർക്കാരിന്റെ ശ്രമം. സമ്പൽ ഷാഹി മസ്ജിദിലും പരിസരത്തും ഇത്തരം അക്രമം സർക്കാർ തന്നെ അഴിച്ചുവിടുന്ന അതേസമയം തൊട്ടടുത്ത് കണ്ടെത്തിയതെന്ന് പറയുന്ന ശിവക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ച് ഹിന്ദുത്വവാദികൾ പൂജയും ആരംഭിച്ചിട്ടുണ്ട്. സ്വയം വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുക മാത്രമല്ല, രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ സ്ഥലം സന്ദർശിക്കാൻ പോലും അനുവദിക്കാതെ തടയുകയും ചെയ്യുന്നു. മോഡി അധികാരത്തിൽ വന്നതിനു ശേഷം സംഘപരിവാർ ആർജിച്ച ഭീകരതയുടെ ഫലമാണിതൊക്കെ. ഒരർത്ഥത്തിൽ ലോകം കണ്ട ഏറ്റവും വലുതും ദൈർഘ്യമേറിയതുമായ ഒരു തീവ്ര വലതുപക്ഷ പൊളിറ്റിക്കൽ പ്രോജക്റ്റായിരുന്നു അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയായതോടെ ഇന്ത്യയാകെ കൈക്കുമ്പിളിലാകുമെന്നാണ് RSS കണക്കുകൂട്ടിയത്. എന്നാൽ അയോധ്യ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്ത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാണ് സംഘപരിവാരം നേരിട്ടത്. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും BJPക്ക് നഷ്ടപ്പെട്ടു. ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും വലിയ ഭൂരിപക്ഷത്തിന് BJP തോറ്റു. എന്നിട്ടും പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് ഒരു പരിപാടിയുമില്ല. തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ ജനങ്ങൾ തള്ളിക്കളയുമ്പോഴും ഇന്ത്യയിലെ ഭരണകൂടം കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും രാഷ്ട്രീയ സംവാദങ്ങളുമെല്ലാം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വർഗീയ വിഷംതുപ്പലുകൾക്ക് സ്ഥിരം വേദികളാകുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ അതിവേഗം മതരാഷ്ട്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളെ ഏത് വിധേനയും ചെറുതല്ലാത്ത ഭരണഘടനയെയും മതേതരത്വ മൂല്യങ്ങളെയും കാത്തു സൂക്ഷിക്കാനാകില്ല. സംഭാലിലെ ബുൾഡോസർ രാജ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇനിയൊരു ബാബരി മസ്ജിദ് ഉണ്ടാകരുത്. ഇന്ത്യ മതേതര രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം.